ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ കന്യാകുളങ്ങര വെമ്പായം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് അഷ്കറിനെ കാണാനാണ്. അഷ്കർ 19 വയസ്സുള്ളപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടായി. സംസാരശേഷി തീരെ ഇല്ലാതെയല്ല, ഒരു വ്യക്തത കുറവ്. പിന്നെ അഷ്കർ സ്കൂളിലൊന്നും അങ്ങനെ പോയില്ല, 8 വരെയാണ് പോയത്. കുടുംബത്തിൻ്റെ പ്രാരാബ്ദം തലയിലായപ്പോൾ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്ത് കുടുംബം നോക്കിയ ഒരു മോനാണ് കേട്ടോ. ഇപ്പോൾ ഈ കുടുംബം നോക്കുന്ന മോനാണ്. അത്രയും ചെറുപ്രായത്തിൽ ജോലിക്ക് പോയി ഒരു കുടുംബം സംരക്ഷിച്ചൊരു മോനാണ്. അപ്പോൾ നമുക്കവനെ പരിചയപ്പെടാം. നല്ലൊരു വധുവിനെ കണ്ടെത്താൻ നിങ്ങൾ കൂടെ വേണം. സാമ്പത്തികമായി ഉയർന്ന രീതിയിലുള്ള ആളുകൾക്ക് മാത്രമല്ല, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരും പഠിപ്പ് കുറഞ്ഞ ആളുകൾക്കും എല്ലാം വധുവിനെ നമുക്ക് കണ്ടെത്തണ്ടേ. പലതരത്തിലുള്ള ആളുകൾ നമ്മൾ ഈ നാട്ടിലില്ലേ. ചെറിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടല്ല, ചെറിയൊരു വിഷയമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ അവരോട് ചോദിക്കാം, എങ്ങനെയുള്ളത് പറ്റുമോ കാര്യങ്ങളൊക്കെ. ഞാൻ വീടൊക്കെ കാണിച്ചു തരാം. ഇവരുടെ വഴിയാണ് കേട്ടോ ഇത്. വണ്ടി അങ്ങനെ വരില്ല, ബൈക്കൊക്കെ വരും. പിന്നെ ഇതാ ഈ കാണുന്നതാണ് വീട്. ഇതാണ് ഇവരുടെ വീട് കേട്ടോ, സ്വന്തം വീടാണ്. ഇതാണ് വീട്. വാഴയൊക്കെ വെച്ച് കേട്ടോ, അടിപൊളിയായിട്ട്. അപ്പോൾ ഇതാണ് അഷ്കർ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തൊക്കെ വിശേഷം? ഒരു വിശേഷം സുഖല്ലേ? ഇൻഷാല്ലാ. അതെ. അപ്പോൾ ഇതാണ് പിന്നെ വണ്ടി ആക്സിഡൻറ്റ് പറ്റിയിട്ടായതല്ലേ അമ്മ? അത് സർജറി ചെയ്തതിൻ്റെ പാടല്ലേ? അത് സർജറി ചെയ്തതിൻ്റെ പാട്. അമ്മക്ക് എത്ര മക്കളാ? എനിക്ക് 4 പേര്, 3 ആണും 1 പെണ്ണും. ബാക്കി എല്ലാവരെയും വിവാഹം കഴിഞ്ഞു അല്ലേ? ഇല്ല, മോളെയും കഴിഞ്ഞു, ഒരു മോൻ്റെയും കഴിഞ്ഞു. ഇനി 2 ആമക്കളുണ്ട്. 2 ആമക്കൾ വിവാഹം കഴിയാനുണ്ട്. അല്ലേ, മോൻ ഗൾഫിലാണ്. അഷ്കർ ഇരിക്കി. അഷ്കർ 8 വരെ പഠിച്ചുള്ളൂ അല്ലേ? 3 വരെ. അതിനുശേഷം പിന്നെ കുടുംബത്തിൻ്റെ പ്രാരാബ്ദവും കാര്യങ്ങളൊക്കെ അവൻ്റെ തലയിലായി അല്ലേ? അവൻ്റെ ഉപ്പ എവിടെയാ? ഉപ്പയുടെ സ്ഥലം കല്ലറ. എപ്പോഴും ആൾ ജീവിച്ചിട്ട് കൊണ്ടുവന്നു. അവർക്കും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. പാപ്പാടെ ആൾക്കാർക്കും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. അപ്പോൾ ചെറുപ്പത്തിൽ ഇവരെ വിട്ടു പോയതാണ്. അപ്പോൾ ഈ വീടൊക്കെ നിങ്ങളെ സ്വന്തമല്ലേ? വീട് സ്വന്തമാണ്. അതെ. അപ്പോൾ നല്ലൊരു വധുവിനെ നമുക്ക് അഷ്കറിന് വേണ്ടി കണ്ടെത്തണം. അഷ്കറിന് എത്ര വയസ്സായി? എനിക്ക് 31 വയസ്സായി. 31 വയസ്സിലാ? നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ അമ്മ? തിരുവനന്തപുരം, കൊല്ലം, എവിടെ ആയാലും കുഴപ്പമില്ല. തിരുവനന്തപുരം, കൊല്ലം അങ്ങനെയൊക്കെയുള്ള ആലോചന നമുക്ക് പറ്റും. 31 വയസ്സ്. നമുക്ക് എത്ര വയസ്സ് വരെയുള്ള ആലോചന പറ്റുമോ? ഒരു 28-29 വയസ്സ് വരെയുള്ളത് നോക്കാം. 29 വയസ്സ് വരെ നമുക്ക് നോക്കാം. ഡിവോഴ്സ് ആയത് പറ്റുമോ? ഡിവോഴ്സ് ആയത് പറ്റും. പക്ഷേ കുട്ടികൾ ഒന്നുണ്ടെങ്കിലും സ്വീകരിക്കാം. പക്ഷേ അടുത്ത് നമുക്കൊരു കുഞ്ഞ് നമുക്ക് വേണം. ഡിവോഴ്സ് ആയത് പറ്റും. ഒരു കുട്ടിയുള്ളത് നമുക്ക് സ്വീകരിക്കാം. അടുത്തൊരു കുട്ടി നമുക്ക് വേണം. അതെ, തീർച്ചയായിട്ടും. അതൊക്കെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലോ ഉമ്മ. അപ്പം ജോലിക്ക് പോകുന്നുണ്ട്. എന്ത് ജോലി അഷ്കർ ചെയ്യുന്നത്? ഞാൻ ചെത്ത് പഠിക്കാൻ പോവും, എല്ലാ പഠിക്കാൻ പോകും. ഇവിടെ ഗ്രാൻഡ് ഓഡിറ്റോറിയം എന്ന് പറയാം, അവിടെ സെക്യൂരിറ്റി ആയിട്ട് പോകും. പിന്നെ അവൻ എല്ലാ പണിക്കും പോകും, സർവത്ര പണിക്കും പോകും. ദിവസം പണി ഉണ്ടാവുക? ദിവസം ഓഡിറ്റോറിയത്തിൽ ദിവസവും കാണില്ല, അല്ലാതെ മിക്ക ദിവസങ്ങളിലും ഉണ്ടാവും. ഇതിപ്പോൾ ഇന്നുണ്ടായിരുന്നു, ഇന്ന് മോൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ പോയില്ല. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ വേറെ ദുർശീലങ്ങളൊന്നും ഇല്ല. വെള്ളമടിക്കുക വേറെ ഒന്നുമില്ല. അത് എനിക്ക് ഇഷ്ടമുള്ള കാര്യവുമല്ല. എൻ്റെ മക്കൾ ആരിലും അങ്ങനെ ഇല്ല. 3 ആമക്കളും. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ദുശ്ശീലവും കാര്യങ്ങളൊന്നും ഇല്ല. ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന നല്ലൊരു മോനാണ്. എല്ലാ പണിക്കും പോകും, അവൻ എല്ലാ പണിയും ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും നല്ലൊരു വധു വരട്ടെ. എന്നാ അഷ്കറിന് പറയാനുള്ള എങ്ങനെയുള്ള പെൺകുട്ടീനെ വേണ്ടത്? ഡിമാൻഡ് ഉണ്ടോ? ഒരു ഡിമാൻഡും ഇല്ല. അവൻ നാഴികയ്ക്ക് വേല ചെയ്തുകൊണ്ട് കൊടുത്താൽ അത് കഞ്ഞി വെച്ച് അവന് കൊടുക്കണതായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഞാനില്ലാതെ വന്നു പോയാൽ അവർക്കൊരു നാഴികരിയിട്ട് വേവിച്ച് കൊടുക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം. പിന്നെ ഒരു ഡിമാൻഡും ഇല്ല. എൻ്റെ ഉമ്മയെ നല്ല രീതിയിൽ നോക്കണം, അതേ ഉള്ളൂ. നീ കറുത്തതാണോ വെളുത്ത അതിലൊന്നും കാര്യമില്ല. പെണ്ണാണ് വേണേ. എൻ്റെ ഉമ്മയെ നല്ല പ്രത്യേകം നോക്കുകയും വേണം. അന്ന് പറയാൻ മോനെ, എനിക്ക് സുഖമില്ലാത്തതാണ്. എൻ്റെ മോന് വണ്ടി ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ എനിക്ക് അറ്റാക്ക് വന്നു. ഞാൻ ഇന്നും 11 വർഷം കൊണ്ട് ഞാൻ മെഡിക്കൽ കോളേജിലെ ചികിത്സയിലാണ്. അപ്പോഴത്തേക്ക് അവർക്ക് ഞാനും എനിക്ക് അവരുമാണ്. എനിക്ക് വേറെ ആരുമില്ല. എൻ്റെ മക്കളാണ് എൻ്റെ സമ്പത്ത്. അത് മാത്രമേ ഉള്ളൂ. ഒരു കുട്ടി ഉണ്ടെങ്കിലും ഞങ്ങൾ അവനെ വാപ്പാന്ന് വിളിപ്പിച്ച് ഞങ്ങൾ വളർത്തിക്കോളാം. അവൻ വേറെ തിരിച്ച് ഞങ്ങൾ വളർത്തില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത മോൻ കെട്ടിയപ്പോഴത്തേക്ക് ഒരു കുട്ടിയുള്ളതിനെയാണ് കെട്ടിയത്.
അന്ന് അവന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇന്ന് ഞങ്ങൾക്ക് എല്ലാം ആയിട്ട് അവൻ വളർന്നു വരുവാണ്. അപ്പോഴതിൻ്റെ രീതിക്ക് ഞങ്ങൾ നോക്കിക്കോളാം. പക്ഷേ എൻ്റെ കൊച്ചിനെ ഇട്ടെറിഞ്ഞിട്ട് പോകരുത് ഒരു കാലത്തും. തീർച്ചയായും. അപ്പോൾ അമ്മ പറഞ്ഞ വാക്കുകൾ വളരെ വലുതാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സായി മക്കളുള്ളവരില്ല, ഭർത്താവ് മരിച്ച ആൾക്കാരൊക്കെ ഉണ്ട്, ഒരു മോനൊക്കെ ഉള്ള മോളൊക്കെ ഉള്ള. അപ്പം അങ്ങനെയുള്ള ആലോചനയൊക്കെ നമുക്ക് പറ്റും. മരണം വരെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് വേണ്ടത്. അപ്പോൾ അറിയാലോ, ആദ്യ വിവാഹമാണ് വേണ്ടത്. അപ്പോൾ പിന്നെ അങ്ങനെ ഡിവോഴ്സ് അതിനെല്ലാം ഓക്കെയാണ്. പിന്നെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിലും നമുക്ക് പറ്റില്ല. ചെറിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മോനെ ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ബുദ്ധിമുട്ടാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നാഴി അരിയിട്ട് കൊണ്ടുവന്നാൽ അത് പാചകം ചെയ്യത്തക്ക ഒരു കുട്ടിയായിരിക്കണം. ഇവിടെ ഞങ്ങൾ പലയിടത്തുനിന്നും ആലോചിച്ച് സ്വത്തും പണമൊക്കെ ഒരുപാട് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആ കുട്ടിയുടെ എല്ലാ ചിലവും ഇവൻ ചെയ്തു കൊടുക്കേണ്ട അവസ്ഥ വേണമെന്ന് പറഞ്ഞു. അത് നടക്കില്ല. അവൻ നേരമ്പളത്തെ ജോലിക്ക് ഇറങ്ങിപ്പോയി വന്നിട്ട് വ്യാപിച്ച് പറക്കി ആ കുട്ടിയുടെ തുണിയും കഴുകാനൊന്നും പറ്റത്തില്ല. അങ്ങനെയുള്ളത് വേണ്ട. ഇത്തിരി പോരാക്കുറവുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് സഹിച്ചു പോവാം. ഇത്തിരി കുറ്റവും പോരാക്കുറവും ഉണ്ടെങ്കിൽ അത് അതിനും വരും. എൻ്റെ മോനിപ്പോൾ വന്നത് ഞങ്ങൾ സഹിക്കുന്നില്ലേ, അതേപോലെ. അപ്പോൾ എനിക്ക് ആക്സിഡൻ്റ് ആയപ്പോൾ പല്ല് പോയായിരുന്നോ? പല്ല് അങ്ങനെ പോയായിരുന്നു. അപ്പോൾ അത് നമുക്ക് വേറെ പല്ല് വെക്കാൻ പറ്റത്തില്ലേ? പറ്റില്ല. അപ്പോൾ അങ്ങനെ അവിടെ സർജറി കുറേ സർജറി ഒക്കെ കഴിഞ്ഞായിരുന്നോ? തൊണ്ട കഴിഞ്ഞ് തല കഴിഞ്ഞ് കാലിൻ്റെ മുട്ടിൻ്റെ ചിരട്ടയെല്ലാം അത് അവനിങ്ങനെ ആയതോടുകൂടിയാണ് ഞങ്ങൾ അതപ്പതിച്ചു പോയത്. എന്തെങ്കിലും മരുന്ന് കഴിക്കാനുണ്ടോ അഷ്കറിന്? മരുന്ന് കാര്യങ്ങളൊന്നും ഇല്ല? ഒരു മരുന്നുമില്ല, ഒറ്റ മരുന്നുമില്ല. പിന്നെ പനിയോ തലവേദനയോ വരുമ്പോൾ കഴിക്കണം, അത്രയേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. അതെ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ തീർച്ചയായിട്ടും നല്ലൊരു ആലോചന വരട്ടെ. പിന്നെ പനി തലവേദനയൊക്കെ എല്ലാവർക്കും വരുന്നതന്നല്ലേ, അല്ലാതെ വേറെ യാതൊരു ബുദ്ധിമുട്ടും എനിക്കില്ല, അഷ്കറിന് ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ തീർച്ചയായും നമുക്ക് തീർച്ചയായും. അപ്പോൾ അവൻ്റെ വയസ്സ് പറഞ്ഞു, നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതനുസരിച്ച് ഒരാൾ വരട്ടെ. നല്ല പോലെ അന്വേഷിക്കണം. പല ആലോചനകളും പല സ്ഥലത്തുനിന്ന് വരും. നമ്മൾ നല്ലപോലെ അന്വേഷിച്ച് മാത്രം ചെയ്യുക. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ അന്വേഷിച്ചെടുക്കണം കേട്ടോ. ദൂരമൊന്നും ഇവർക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഒരാലോചന നല്ലത് വരട്ടെ. അമ്മ വേറൊന്നും പറയാനില്ലല്ലോ? വേറൊന്നും പറയാനില്ല മോനെ. എൻ്റെ മോന് നല്ലൊരു ജീവിതം കിട്ടണം. എന്നെ സൗണ്ട് ഇപ്പം ഈ സൗണ്ട് കല്ല് ചോന്നതിൻ്റെ എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ല, സൗണ്ട് പറയുന്നത് മനസ്സിലാവുന്നൊക്കെ ഉണ്ട്, അങ്ങനെ സംസാരിക്കാൻ പറ്റായൊന്നുമില്ല, ക്ലിയറായി മനസ്സിലാവുന്നൊക്കെ ഉണ്ട്, വിഷയമൊന്നും ഇല്ലടാ. അല്ല, സൗണ്ട് വരുമ്പോൾ അടഞ്ഞ പോലെ സൗണ്ട്, അതുകൊണ്ടാണ്. കല്ല് ചുമന്നുകൊണ്ട് അല്ലേ? മോനെ ഈ പേര് വെയിലത്തേർന്ന് കല്ല് ചുമന്നുകൊണ്ടാണ്. ഇത് ഇളയവനും മേളില് യവനുക്കുമാണ്. രണ്ടാമത്തെ നിലം യമനും താഴത്തെ നില ഇളയനും. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഫ്രണ്ട്സ്, അഷ്കറും ഉമ്മയും പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരിക. അപ്പോൾ ഇവർ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ, ഒരു കുട്ടിയുള്ളതാണെങ്കിലും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഡിവോഴ്സായ ഒരു കുട്ടിയൊക്കെ ഉള്ളതാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. നല്ല രീതിയിൽ അവനെ സ്വന്തം മോനായി തന്നെ വളർത്തും. അതേപോലെ ഇവർക്കൊരു കുട്ടി ഉണ്ടായാലും വേർതിരിച്ചൊന്നും കാണൂല, നല്ല രീതിയിൽ വളർത്തുമെന്ന് പറഞ്ഞാണ്. അതൊരു വലിയ മനസ്സാണ്. തീർച്ചയായിട്ടും നല്ല ആലോചന വരട്ടെ. അങ്ങനെയുള്ളതായാലും ഇനി ആദ്യ വിവാഹം തന്നെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായാലും കുഴപ്പമില്ല. പക്ഷേ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും അവൻ്റെ കാര്യങ്ങൾ നോക്കാനും പറ്റുന്ന ഒരാളായിരിക്കണം. അപ്പോൾ അവൻ എല്ലാ പണിക്കും പോകുന്നതാണ്. സംസാരിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾ കേട്ടല്ലോ. അതൊക്കെയാണ്. പിന്നെ ഈ ആക്സിഡൻ്റ് ആണെന്ന് നമ്മളെ കയ്യിലില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ ഉപ്പ ഇല്ലാത്തതാണ്. ഒരു കുടുംബം ചെറുപ്പത്തിലേ നോക്കി, അതിനു വേണ്ടി പഠിപ്പ് ഉപേക്ഷിച്ച് കുടുംബം നോക്കി പണിക്ക് പോയി അങ്ങനെ നിന്നൊരു മോനാണ്. മോനങ്ങനെ ആക്സിഡൻറ്റ് പറ്റി അങ്ങനെ വിഷയങ്ങളൊക്കെ ആയി, എങ്കിലും തളരാതെ മുമ്പോട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം കൂടെ നിൽക്കുക. നല്ലൊരു വധുവിനെ അവന് കണ്ടെത്താൻ വേണ്ടി എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കണം. അത്രേ നിങ്ങളോട് പറയാനുള്ളൂ. പിന്നെ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കുക. അനാവശ്യമായിട്ട് ആരും വിളിക്കരുത്. ഇവർക്ക് ദൂരമൊന്നും പ്രശ്നമില്ല, സ്വന്തം വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡെയിലി പണിക്ക് പോകുന്ന മോനാണ് കേട്ടോ. അപ്പോൾ ഷെയർ ചെയ്യുക, കൂടെ നിൽക്കുക. ഓക്കെ. ഈ ബുദ്ധിമുട്ടൊന്നും എടുത്ത് പറയാനൊന്നും ഇല്ല, അവന് ടാബ്ലറ്റ് കാര്യമൊന്നും ഇല്ല. അത് ആക്സിഡൻറ്റ് വന്നപ്പോൾ ഈ സൗണ്ടിൻ്റെ ഒരു വിഷയം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഓക്കെ. പിന്നെ അഷ്കറിന് പെൻഷനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും എനിക്ക് ഉണ്ടല്ലോ. അപ്പോൾ അതിനുള്ള പെൻഷനും കാര്യമുണ്ട്. പിന്നെ പല്ലിൻ്റെ പ്രശ്നങ്ങളുണ്ട്, എല്ലാം എനിക്ക് വ്യക്തമായില്ലേ? അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞിട്ട് നല്ല ആലോചന വരട്ടെ.